Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അറേയിലെ എലമെന്റ്സിനെ എങ്ങനെയാണ് റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യുന്നതെന്നാണ്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ അറേയിൽ എങ്ങനെയാണ് സൈസ് സെറ്റ് ചെയ്ത് എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലായെങ്കിൽ ജസ്റ്റ് റിവേഴ്സിന്റെ വേറെ ഒറ്റ ലൂപ്പിന്റെ കാര്യം കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ എന്താ ഇവിടെ അറേസ് എന്ന് പറഞ്ഞൊരു ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ന്യൂ ക്ലാസ് റിവേഴ്സ് അറേ എന്ന് കൊടുക്കാം. ഓക്കെ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ കൊടുക്കാം. ഇനി എന്താണ് അറേ നമ്മൾ റിവേഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് നമ്മളൊരു അറേ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് എലമെന്റ് ഇൻസേർട്ട് ചെയ്യണം, എന്നിട്ട് വേണം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ അല്ലേ. അപ്പോൾ ആദ്യം എന്ത് വേണം, ഒരു അറേ വേണമെങ്കിൽ അറേയുടെ എത്ര സൈസ് ആണെന്ന് പറഞ്ഞു കൊടുക്കണം അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് സാധാരണയായിട്ട് അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ 10 സൈസ് 20 സൈസ് അങ്ങനെ പറയാം. അതപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഓരോ തവണ നിങ്ങൾ റൺ ചെയ്യുമ്പോഴും 10 സൈസുള്ള അറേ വരത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഓരോ തവണ റൺ ചെയ്യുമ്പോഴും സൈസ് മാറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ യൂസറുടെ ചെയ്യുന്നത് ഇൻപുട്ടായിട്ട് വാങ്ങുക. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോരെങ്കിൽ 10 മതി അല്ലെങ്കിൽ 20 മതിയെങ്കിൽ അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കോഡിലും കൊടുത്താലും മതി. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുകയാണ് എൻ്റർ സൈസ് ഓഫ് അറേ എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് എന്താണ് നമ്മൾ സ്കാനർ വെച്ച് വാങ്ങിക്കണം അല്ലേ. സ്കാനറിൻ്റെ ഒബ്ജക്റ്റ് വെച്ച് വാങ്ങിക്കുകയാണ്. ന്യൂ സ്കാനർ system.in കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ സൈസിനൊരു ഇൻറ്റീജർ, സൈസ് എന്ന് പറയുന്നത് എന്തായാലും ഒരു ഇൻറ്റീജർ ആയിരിക്കുമല്ലോ. അപ്പോൾ sc.next എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ സൈസ് വാങ്ങി. ഇനി എന്താണ് നമ്മൾ നമ്മുടെ അറേ ഡിക്ലെയർ ചെയ്യണം അല്ലേ. അപ്പോൾ എൻ്റെ അറേയുടെ പേര് അറേ എന്നാണ്. ഇൻറ്റ് അറേ ഈക്വൽ ടു എങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുക, ന്യൂ ഇൻറ്റ് ഓഫ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് സൈസ് പറഞ്ഞു കൊടുക്കണം. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾ 10 വേണേൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുക, 20 വേണേൽ കൊടുക്കുക. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര തവണ റൺ ചെയ്താലും 10 കൊടുത്താൽ എപ്പോഴും 10 സൈസുള്ള ഒരു അറേ വരത്തുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് ഓരോ തവണ റൺ ചെയ്യുമ്പോഴും സൈസ് മാറി മാറി വരും. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ സൈസ് എന്നുള്ളത് ഇവിടെ കൊടുത്താൽ മതി, കാരണം ഇവിടെ സൈസ് വാങ്ങിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സൈസ് എത്രയാണെന്ന് ഈ വേരിയബിൾ കൊടുത്താൽ മതി. കിട്ടിയല്ലോ. ഇനി എന്താണ് അറേയുടെ സൈസ് നമ്മൾ വാങ്ങി. ഇനി അറേക്കകത്ത് എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് ജസ്റ്റ് വേറൊരു സിസ് ഔട്ട് കൊടുക്കുകയാണ്. എന്തിനാണ്, എൻ്റർ എലമെന്റ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. കൺസോളിൽ എന്തെങ്കിലും ഒരു ഇൻപുട്ട് കാണിക്കണ്ടേ. എൻ്റർ എലമെന്റ്സ് എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് എലമെന്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എന്താണ് അറേയിലോട്ടല്ല ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ 0th ഇൻഡെക്സ് തൊട്ട് അറേയുടെ ലെങ്ത് പോകുന്നിടം വരെ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ എന്താ പറയേണ്ടത്, ഇൻറ്റ് i ഈക്വൽ ടു 0, 0th ഇൻഡെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് എവിടെ വരെ പോകണം, i ലെസ് ദാൻ ഈ അറേയുടെ ലെങ്ത് വരെ. പിടിയിട്ടല്ലോ, അറേയുടെ ലെങ്ത് വരെ. പിന്നെന്താണ് i ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കണം അല്ലേ ഓരോ ഇൻസർഷൻ കഴിയുമ്പോഴും. ഇനി ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ മേടിക്കുക, ഈ അറേയുടെ ith ഇൻഡെക്സിലോട്ട് നമ്മൾ സ്കാനറിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് നെക്സ്റ്റിൻ്റെ പിടിയിട്ടല്ലോ ഇങ്ങനെ കൊടുത്താൽ മതി. ഇപ്പം എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഐയുടെ വാല്യൂ 0 ആണ്. പിടിയിട്ടല്ലോ. അപ്പോൾ ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ അറേ ഓഫ് 0 ആദ്യത്തെ എലമെന്റ് ഇൻസേർട്ട് ആവും. പിന്നെ i++ ആകുമ്പോൾ ഐയുടെ വാല്യൂ 1 ആവും. അപ്പോൾ ഫസ്റ്റ് ഇൻഡെക്സിലോട്ട് നെക്സ്റ്റ് എലമെന്റ് ഇൻസേർട്ട് ആവും. ഇങ്ങനെ ഇൻസേർട്ടായി ആ അറേയുടെ ലെങ്ത് വരെ എലമെന്റ്സ് ഇൻസേർട്ട് ആവും. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ആയിട്ടുണ്ടോ എന്ന് വേണേൽ നമുക്കൊന്ന് പ്രിന്റ് ചെയ്യിച്ച് നോക്കാം. അതിനപ്പോൾ എന്താണ് അറേ പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു ഫോർ ലൂപ്പ് വേണം അല്ലേ. അപ്പോൾ ഇൻറ്റ് i ഈക്വൽ ടു 0, i ലെസ് ദാൻ അറേ ഡോട്ട് ലെങ്ത് i++ എന്ന് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് സിസ് ഔട്ട് ചെയ്യുക അറേ ഓഫ് i. പിടിയിട്ടല്ലോ. എന്നിട്ട് ഇതിപ്പോൾ എനിക്ക് ഒറ്റ ലൈനിൽ പ്രിന്റ് ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ ഈ എല്ലാം കളയാണ് കേട്ടോ. അറേ പ്രിന്റ് ചെയ്യുമ്പോൾ അങ്ങനെ കാണുമ്പോഴല്ലേ ഒരു സുഖം. പക്ഷെ ഓരോ എലമെന്റ് കഴിയുമ്പോഴും സ്പേസ് ഇടാൻ ശ്രദ്ധിക്കുക, എല്ലാം കൂടെ ഒറ്റയടിക്ക് വരും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ അറേ പ്രിന്റ് ചെയ്യിക്കുന്നത്. 0th ഇൻഡെക്സിൽ നിന്ന് തുടങ്ങി അറേയുടെ ലെങ്ത് വരെ പോകണം. എന്നിട്ട് ഓരോ എലമെന്റ് ആയിട്ട് പ്രിന്റ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇപ്പോൾ ഇത് അറേയുടെ സൈസ് ചോദിച്ചു, ഞാൻ കൊടുക്കുകയാണ് 6. എലമെന്റ്സ് 11, 22, 32, 11, 56, 77. ഇതാ അപ്പോൾ അറേ പ്രിൻ്റായി വന്നിട്ടുണ്ട്. 11, 22, 32, 77 വരെ. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ അറേയുടെ സൈസ് വാങ്ങി അറേയുടെ എലമെന്റ്സ് ഒക്കെ സക്സസ്ഫുൾ ആയിട്ട് ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് അറേ റിവേഴ്സ് ആയിട്ടാണ് പ്രിന്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ വേണേ ഇവിടെ നമുക്ക് കൊടുക്കാം ഒറിജിനൽ അറേ എന്ന് പറഞ്ഞ് കൊടുക്കാം. അതായത് നമ്മുടെ ഒറിജിനൽ അറേ ഇന്നതായിരുന്നു എന്ന്.
ഒറിജിനൽ അറേ, അതായത് എല്ലാം ഇത് ജസ്റ്റ് അറേ പ്രിന്റ് ചെയ്ത് കാണിച്ചതല്ലേ, ഒറിജിനൽ അറേ ഇതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ അറേ റിവേഴ്സ് ഓർഡറിൽ എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ റിവേഴ്സ് ഓർഡറിന്റെ ലൂപ്പ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബാക്കിൽ നിന്നല്ലേ നമ്മൾ പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻറ്റ് ഐയുടെ വാല്യൂ, മറ്റേ നമ്മൾ എപ്പോഴും ഐ 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഐയുടെ വാല്യൂ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? നമ്മുടെ അറേയുടെ ലെങ്ത് എടുക്കുക, എന്നിട്ട് ലെങ്ത് -1 നമ്മൾ കൊടുക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0th ഇൻഡെക്സിൽ നിന്നല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അറേയുടെ ലെങ്ത് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വാല്യൂ കൂടുതലായിരിക്കും. അതുകൊണ്ട് എപ്പോഴും അറേയുടെ ലെങ്ത് -1 നമ്മൾ കൊടുക്കണം. -1 തൊട്ട് വേണം തുടങ്ങാൻ. മറ്റേത് ഐ ലെസ് ദാൻ അറേ ഡോട്ട് ലെങ്ത് എന്നല്ലേ നെക്സ്റ്റ് വാല്യൂ നമ്മൾ കൊടുത്തത്. ഇനി ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്നത് വരെ, അതായത് ഐയുടെ വാല്യൂ 0 എത്തുന്നിടം വരെ ഉള്ളത് റിവേഴ്സ് ആയിട്ട് പ്രിന്റ് ചെയ്താൽ മതി. ഇനി I++ അല്ല, I-. പിടികിട്ടിയോ? ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് പ്രിന്റ് ചെയ്യേണ്ടത്? സിസ് ഔട്ട് അറേ ഓഫ് ഐ എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു സ്പേസ് കൂടെ ഇടണം. ഇത് ഞാൻ ഒറ്റ ലൈനിൽ പ്രിന്റ് ചെയ്യണം, അതുകൊണ്ട് ഈ എല്ലാം കളയാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് വേറൊരു സിസ് ഔട്ട് കൊടുക്കാം, റിവേഴ്സ് അറേ എന്ന് പറഞ്ഞുകൊണ്ട്. റിവേഴ്സ് ഓർഡർ ഈസ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് നമ്മൾ ലാസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഐയുടെ വാല്യൂ ലാസ്റ്റ്, ഇപ്പോൾ അറേയുടെ ലെങ്ത് 7 ആണെങ്കിൽ ഇപ്പം നമുക്ക് 6 ആണ് കിട്ടേണ്ടത്. കാരണം എന്താണ്? 0 തൊട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് അവിടുത്തെ എലമെന്റ് പ്രിന്റ് ചെയ്യും. മനസ്സിലായോ? വീണ്ടും I- ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഇൻഡെക്സ് 6 ആണെങ്കിൽ പിന്നെ 5 ആവും, എന്നിട്ട് അവിടുത്തെ എലമെന്റ് പ്രിന്റ് ചെയ്യും. പിടികിട്ടിയല്ലോ? അപ്പോൾ I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്നവരെ, 0th ഇൻഡെക്സ് എത്തുന്നിടം വരെ ഇത് പ്രിന്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കും. ഇത്രയേ ഉള്ളൂ റിവേഴ്സ് ആയിട്ട് പ്രിന്റ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്യുമ്പോൾ എൻ്റർ സൈസ് ഓഫ് ദ അറേ 4 കൊടുക്കാം. എൻ്റർ എലമെന്റ്സ് 21, 34, 55, 678 എന്ന് കൊടുക്കാം. അപ്പോൾ ദാ ഒറിജിനൽ അറേ എന്ന് പറയുന്നത് ഇതിപ്പോൾ റിവേഴ്സ് ഓർഡർ എന്നുള്ളത് ഇവിടെ കയറി വന്നിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് താഴോട്ടാക്കാം. ഇപ്പോൾ റിവേഴ്സ് ഓർഡർ എന്ന് പറഞ്ഞത് ഇവിടെ ജസ്റ്റ് ഒരു സിസ് ഔട്ട് വെറുതെ കൊടുത്താൽ മതി. അപ്പോൾ അത് നെക്സ്റ്റ് ലൈൻ വന്നോളൂ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റൺ ചെയ്യാം. പിടിയിട്ടും ഇവിടെ ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് ലൈൻ വരാൻ വേണ്ടി ഒരു സിസ് ഔട്ട് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് എൻ്റർ സൈസ് ഓഫ് ദ അറേ 4 തന്നെ കൊടുക്കാം. എൻ്റർ എലമെന്റ്സ് 34, 56, 78, 99. ദാ ഒറിജിനൽ അറേ 34, 56, 78, 99. റിവേഴ്സ് ഓർഡർ 99, 78, 56, 34. പിടികിട്ടിയല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അറേയിൽ സക്സസ്ഫുൾ ആയിട്ട് എലമെന്റ്സ് ഇൻസേർട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആകെ ഒറ്റ ഫോർ ലൂപ്പിന്റെ കാര്യമുള്ളൂ റിവേഴ്സ് ചെയ്യാൻ. ടെക്സ്റ്റ് ബുക്കിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണും. അത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.